കണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്നുള്ളൊരു പാട്ട്. ആ പാട്ടിനെ, ആ ഒരു കവിതയെ സർവകലാശാല ഒരു പാഠ്യ വിഷയമാക്കി എടുത്തതും അതിനെ വലിയ രീതിയിൽ കേരളത്തിലുള്ള എല്ലാ ആരാധകരും അതിനെ ഒന്നടങ്കം സ്വീകരിച്ചതും മാധ്യമങ്ങളടക്കം ഒന്നടങ്കം സ്വീകരിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു കലാകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് നമ്മുടെ സർവകലാശാല കൊടുത്തത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു, വേറെ ആർക്കും എന്തുകൊണ്ടാണ് വിഷമമൊന്നും വരാത്തതെന്ന്. ശശികലയുണ്ട്, മധുവുണ്ട്, അങ്ങനെ കുറേ BJPയുടെ മുഖ്യപക്ഷത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊന്നും എന്താ ഇനിയും വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയും കരച്ചിലിൻ്റെ സമയമാണല്ലോ, എന്തുകൊണ്ട് ഇവർ കരയുന്നൊന്നുമില്ലെന്നും എഴുതുന്ന കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ BJPയുടെ കുരുപൊട്ടൽ വീണ്ടും അങ്ങ് തുടങ്ങി. നമുക്കറിയാം BJPക്കാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത്, BJPക്കും RSSനുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ആ കുരുപൊട്ടലിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് ഈ പറയുന്ന വിഷ ജന്തുക്കളെ നമ്മൾ കണ്ടതാണ്. ചാണകം തിന്ന് ജീവിക്കുന്ന, തലയിൽ തലച്ചോറിന് പകരം ചാണകച്ചോറിരിക്കുന്ന അല്ലെ ചാണകം ഇരിക്കുന്ന ചെറു വാണങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ മധു അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ